ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ ഏറ്റവും വീറുറ്റ പ്രകടനം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ഞാൻ നിൽക്കുന്ന പാലക്കാട്. അത് നിസ്സംശയം പറയാം. ഇതിനോടകം തന്നെ ഒരുപാട് രാഷ്ട്രീയ അട്ടിമറികൾ നടന്ന ഒരു മണ്ഡലം, രാഷ്ട്രീയ അടിയൊഴുക്കുകൾ നടന്ന മണ്ഡലം. ഇത്തവണയും നിരവധി വിഷയങ്ങൾ ചർച്ചയായെങ്കിലും ഏറ്റവും കൂടുതൽ ഉയർന്നുകെട്ട ഡീൽ ആരോപണം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഏറ്റവും ആദ്യം ഉയർന്നുകെട്ട മണ്ഡലം കൂടിയാണ് പാലക്കാട്. അവിടെയാണ് ഇത്തവണയും ശക്തമായ ത്രികോണപ്പോര് നടക്കുന്നത്. ആരൊക്കെയായിരിക്കും അവസാന ലാപ്പിൽ മുന്നോട്ട് പോവുക എന്ന് ഒരിക്കലും പറയാൻ കഴിയാത്ത വിധം അത്രമേൽ ശക്തമായ മത്സരം നടക്കുന്നു എന്നതാണ് പാലക്കാട് മണ്ഡലത്തിന്റെ പ്രത്യേകത. ഒരുപക്ഷെ നമുക്ക് നമ്മുടെ നോവലുകളിലൊക്കെ വായിക്കുന്നത് പോലെ കരിമ്പനകളിൽ ചൂടേറിയ കാറ്റ് വീശുന്നത് പോലെ അത്രമേൽ തിളച്ചുമറിയുകയാണ് പാലക്കാട്. ആ പാലക്കാടാണ് ഇപ്പോൾ ഞാനുള്ളത്. പാലക്കാടിന്റെ വിശേഷങ്ങളിലേക്കാണ് വോട്ടത്തോൺ അറ്റ് പാലക്കാട്. എന്തുകൊണ്ട് പാലക്കാട് ഇത്തവണ ഏറ്റവും ഹോട്ട് സീറ്റായി മാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ സൂചിപ്പിച്ചു, ഡീൽ ആരോപണം ഏറ്റവും കൂടുതൽ ഉയർന്നുകെട്ട മണ്ഡലമാണ് പാലക്കാട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥിത്വം. UDF-നായി ഇത്തവണ മത്സരരംഗത്തുള്ളത് ഏവർക്കും സുപരിചിതനായ പോപ്പുലർ ഫിഗറായ രമേശ് പിഷാരടിയാണ്. ഒപ്പം NDA-ക്കായി അവരുടെ സ്റ്റാർ ഫിഗറായ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നു. LDF-നാണ് ഒരു പുതുമുഖം വന്നിരിക്കുന്നത്. ഒരു സ്വതന്ത്ര നിർത്തിയുള്ള പരീക്ഷണമാണ് LDF ഇത്തവണ പാലക്കാട് പയറ്റുന്നത്. NMR റസാഖ്. അങ്ങനെ 3 പേരും കളം നിറയുന്ന കാഴ്ച പാലക്കാട് മണ്ഡലത്തിൽ എങ്ങും കാണാൻ കഴിയുന്നു. എന്താണ് അവസാന ലാപ്പിൽ? ഇനിയിപ്പോൾ കേവലം 3 ദിവസം മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത് പരസ്യ പ്രചാരണത്തിനും അവസാനിക്കാൻ. ആ സമയത്ത് എന്താണ് അവസാന ലാപ്പിലെ ഒരു ആകെയുള്ള ഒരു വികാരം? അത് ആർക്ക് അനുകൂലമാകുന്നു? അത് എനിക്ക് ഇവിടെ പറയാൻ കഴിയുന്നില്ല. ഞാനിവിടെ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചു, സംസാരിച്ചു, പക്ഷേ അത് പറയാൻ കഴിയുന്നില്ല. അപ്രവചനീയം എന്ന് കൃത്യമായി പറയാം. നമ്മുടെ പ്രതിനിധി, പാലക്കാട്ടെ പ്രതിനിധി ഷാരിഖ് നവാസ് കൂടി നമ്മോടൊപ്പം ശരിയാണ്. ഷാരിഖെ, ഇവിടെ വന്നിട്ട് പാലക്കാടിന്റെ ചൂട് ഒരു രക്ഷയില്ല, ഗംഭീര ചൂടാണല്ലോ ഇവിടെ പാലക്കാടിന് എന്താ പറയുക, എന്നും ഒരു കരിമ്പനകളിൽ നിന്ന് വരുന്നത് കനത്ത ചൂടാണ്. ഇവിടുത്തെ വേനൽ എന്ന് പറയുന്നത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. പക്ഷേ അതുപോലെ തന്നെയാണ് പാലക്കാടിന്റെ രാഷ്ട്രീയം. പാലക്കാട് ജില്ലയിൽ മുഴുവനും അത്തരത്തിലാണ്. വലിയ ഒരു ചൂടുള്ള രാഷ്ട്രീയം തന്നെയാണ് പാലക്കാട് ഉണ്ടാവാറ്. അതിൽ പ്രത്യേകിച്ച് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ എന്ന് പറയുമ്പോൾ അതിന് കുറച്ചും കൂടി ആ ചൂടിന്റെ കാഠിന്യം കൂടുതലാണ്. കാരണം ഇവിടെ ഒരു ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് പാലക്കാട്. ആദ്യം ഇടതിന്റെ ഉറച്ച കോട്ടയായിരുന്നു പാലക്കാട് നിയോജക മണ്ഡലം എന്നത്. പക്ഷേ ഇപ്പോൾ 2011 ഷാഫി പറമ്പിലിന്റെ വരവോടുകൂടിയാണ് ഈ ഇടതുകോട്ട മാറിയത്. കാരണം ഷാഫി പറമ്പിൽ അന്ന് KSU സംസ്ഥാന പ്രസിഡന്റായി ഇവിടെ മത്സരിക്കാൻ എത്തുന്നു. ആ 2011 KK ദിവാകരനിൽ നിന്ന് ഷാഫി ഈ മണ്ഡലം തിരിച്ചു പിടിച്ചെടുക്കുകയായിരുന്നു. അതിനെ തുടർന്ന് പിന്നീട് ഇത് ഒരു UDF മണ്ഡലമായി മാറി. ഇങ്ങോട്ട് ഷാഫിയുടെ ഒരു പടയോട്ടമായിരുന്നു അല്ലേ? പക്ഷെ അതിന് ഒരു കൃത്യമായ ഒരു മാറ്റം ഉണ്ടായത്, അല്ലെങ്കിൽ 2-3 സ്ഥാനങ്ങളൊക്കെ മാറി മറിയാൻ തുടങ്ങുന്നത് ശോഭാ സുരേന്ദ്രൻ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ വന്നപ്പോഴാണ്. അപ്പോൾ അതിന്റെ ചരിത്രത്തിലേക്ക് നമ്മൾ കടക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.